ഒരു മുറിയിൽ നിറയെ ആളുകളുണ്ടെന്ന് കരുതുക. എന്നാൽ അതിൽ ഒരാളിലേക്ക് മാത്രം എല്ലാവരുടെയും ശ്രദ്ധ പതിയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും സ്ത്രീകളുടെ ശ്രദ്ധ ആ ഒരാളിലേക്ക് മാത്രം കാന്തം പോലെ ആകർഷിക്കപ്പെടുന്നു. അയാൾക്ക് വലിയ സൗന്ദര്യമോ പണമോ ഉണ്ടായിരിക്കില്ല, പക്ഷേ അയാൾക്ക് ചുറ്റും ഒരു പ്രത്യേക പ്രഭാവമുണ്ടായിരിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നത് ഇത് ജന്മനാ കിട്ടുന്ന എന്തോ കഴിവാണെന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പണവും പ്രശസ്തിയും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ്. എന്നാൽ സത്യമതല്ല. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഒരു സ്ത്രീയുടെ പുറകെ നടന്നു, മെസ്സേജ് അയച്ചു, കാത്തുനിന്ന് അവളെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാരെ. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചാലും അവസാനം നിരാശ മാത്രമായിരിക്കും ഫലം. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ഒരാളിലേക്ക് സ്ത്രീകൾ അങ്ങോട്ട് അടുക്കുകയും ചെയ്യും. എന്താണ് ഇതിനു പിന്നിലെ മനഃശാസ്ത്രം? നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ ഇതിനുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. ചാണക്യൻ ഇന്നത്തെ കാലത്തെപ്പോലൊരു ഡേറ്റിംഗ് ഉപദേശകൻ ആയിരുന്നില്ല. അദ്ദേഹം ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത രാജഗുരുവായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യന്റെ സ്വഭാവത്തെയും അധികാരത്തെയും ആകർഷണത്തെയും കുറിച്ചുള്ള വലിയ പാഠങ്ങളാണ്. ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുക, സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു രാജാവിനെയാണ്, അല്ലാതെ ഒരു ഭൃത്യനെയല്ല. നിങ്ങൾ എപ്പോഴാണോ അവളുടെ പുറകെ നടക്കുന്നത്, അപ്പോൾ നിങ്ങൾ സ്വയം ഒരു ഭൃത്യന്റെ സ്ഥാനത്തേക്ക് താഴുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാണക്യനീതിയിലെ ശക്തമായ ചില തത്വങ്ങളെക്കുറിച്ചാണ്. ഈ തത്വങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആരുടെയും പുറകെ പോകേണ്ടിവരില്ല. മറിച്ച് വിജയം, ബഹുമാനം, പ്രണയം എന്നിവ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും. ഈ വീഡിയോ വെറുമൊരു മോട്ടിവേഷനല്ല, ഇതൊരു മാറ്റത്തിനുള്ള തുടക്കമാണ്. അതുകൊണ്ട് ഓരോ പോയിന്റും ശ്രദ്ധിച്ചു കേൾക്കുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 1. ലക്ഷ്യബോധം. ചാണക്യൻ എപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്: ലക്ഷ്യമില്ലാത്ത മനുഷ്യൻ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെയാണ്. ഭൂരിഭാഗം പുരുഷന്മാർക്കും പറ്റുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ, അവർ ഒരു സ്ത്രീയെയോ പ്രണയത്തെയോ തങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവാക്കി മാറ്റുന്നു എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യുക എന്നത് മാത്രമാണെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് പിഴക്കുന്നത്. സ്ത്രീകളുടെ മനഃശാസ്ത്രമനുസരിച്ച് സ്വന്തമായി ഒരു പാഷനും ലക്ഷ്യവും ആ ലക്ഷ്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതുമായ പുരുഷന്മാരെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. 24 മണിക്കൂറും ഫോണിൽ മെസ്സേജ് അയച്ചു, ഭക്ഷണം കഴിച്ചോ, എന്താ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരെ അവർക്ക് പെട്ടെന്ന് മടുക്കും. ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ പഠിപ്പിച്ചത് ആദ്യം സ്വന്തം സാമ്രാജ്യമുണ്ടാക്കാനാണ്. സാമ്രാജ്യമുണ്ടായാൽ ബാക്കിയെല്ലാം താനേ വരും. നിങ്ങളുടെ സാമ്രാജ്യമെന്നത് നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ അറിവ് എന്നിവയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുമ്പോൾ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കുന്നു. നിങ്ങൾ തിരക്കുള്ളവനായി മാറുന്നു. ആരും അങ്ങോട്ട് ചെന്ന് കിട്ടാത്ത സ്വന്തം കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരാളെ സ്വന്തമാക്കാൻ ഏതൊരു വ്യക്തിക്കും തോന്നും. അതാണ് ആകർഷണത്തിന്റെ നിയമം. അതുകൊണ്ട് ഇന്ന് തന്നെ തീരുമാനിക്കുക. നിങ്ങളുടെ ശ്രദ്ധ അവളിൽ നിന്ന് മാറ്റി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തിരിക്കുക. നിങ്ങൾ സൂര്യനെപ്പോലെ ജ്വലിച്ചു നിന്നാൽ ഗ്രഹങ്ങളെപ്പോലെ മറ്റുള്ളവർ നിങ്ങൾക്ക് ചുറ്റും കറങ്ങിക്കൊള്ളും. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ആകർഷണം അവന്റെ കരിയറും ലക്ഷ്യബോധവുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അത് എനിക്ക് വലിയൊരു പ്രോത്സാഹനമായിരിക്കും. 2. വൈകാരിക നിയന്ത്രണം. ചാണക്യനീതിയിലെ മറ്റൊരു പ്രധാന പാഠമാണ് വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നത്. പലപ്പോഴും പുരുഷന്മാർ സ്ത്രീകൾക്ക് മുൻപിൽ തങ്ങളുടെ വികാരങ്ങൾ മുഴുവനായി തുറന്നു കാണിക്കാറുണ്ട്. പെട്ടെന്ന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടപ്പെടുക, അവൾ മറുപടി തന്നില്ലെങ്കിൽ ഉടനെ നിരാശനാവുക, ഇതെല്ലാം ബലഹീനതയുടെ ലക്ഷണങ്ങളാണ്. ചാണക്യൻ പറയുന്നു, ഒരു പാമ്പ് വിഷമില്ലാത്തതാണെങ്കിൽ പോലും അത് വിഷമുള്ളതായി അഭിനയിക്കണം. ഇതിന്റെ അർത്ഥം നിങ്ങൾ ഉള്ളിന്റെയുള്ളിൽ തകർന്നിരിക്കുകയാണെങ്കിൽ പോലും പുറം ലോകത്തിനു മുൻപിൽ നിങ്ങൾ ശക്തനായി നിൽക്കണം എന്നാണ്. സ്ത്രീകൾക്ക് വേണ്ടത് ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുന്ന പുരുഷനെയാണ്. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും പതറാതെ അതിനെ നേരിടാൻ കഴിവുള്ള ഒരാളെയാണ് അവർക്കാവശ്യം. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇമോഷണലാകുന്ന പരാതി പറയുന്ന ഒരാളെ ആർക്കും ഇഷ്ടമാകില്ല. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരേപോലെ നിൽക്കുക. നിങ്ങൾ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ അവൾ നിങ്ങളെ അവഗണിച്ചാലും അല്ലെങ്കിൽ നിങ്ങളെ പുകഴ്ത്തിയാലും നിങ്ങളുടെ പ്രതികരണം നിയന്ത്രിതമായിരിക്കണം. നിങ്ങൾ അമിതമായി ആവേശം കാണിക്കാതിരിക്കുക. നിങ്ങളെ എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കരുത്. നിങ്ങളുടെ മനസ്സ് ഒരു തുറന്ന പുസ്തകമാകരുത്. എപ്പോഴും ശാന്തനായിരിക്കുന്ന പുരുഷന്മാർക്ക് ചുറ്റും ഒരു ഗൗരവമുണ്ടാകും. ആ ഗൗരവമാണ് ആകർഷണീയത. 3. മൗനം എന്ന ആയുധം. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കുവെക്കരുത്, അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറും. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലെല്ലാം പോസ്റ്റ് ചെയ്ത് താൻ എന്തു ചെയ്യുന്നു, എവിടെ പോകുന്നു എന്ന് എല്ലാവരെയും അറിയിക്കുന്നവരാണ് കൂടുതൽ.
എന്നാൽ പ്രണയത്തിലും ബന്ധങ്ങളിലും ഒരു ദുരൂഹത നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളെക്കുറിച്ച് എല്ലാം ഒറ്റയടിക്ക് വെളിപ്പെടുത്തരുത്. ഒരു സിനിമയുടെ സസ്പെൻസ് പോലെ നിങ്ങളെക്കുറിച്ചറിയാൻ അവർക്ക് ആകാംക്ഷയുണ്ടാവണം. നിങ്ങളെപ്പോഴും വായ തുറന്ന് സംസാരിച്ചുകൊണ്ടേയിരുന്നാൽ കേൾക്കുന്നവർക്ക് മടുപ്പ് തോന്നും. കുറച്ചു മാത്രം സംസാരിക്കുക. സംസാരിക്കുമ്പോൾ കാര്യഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുക. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവസരം ലഭിക്കുന്നു. ഇയാൾ എന്താണ് ആലോചിക്കുന്നത്, ഇയാളുടെ ഉള്ളിലെന്താണ് എന്ന ചിന്ത അവരുടെ മനസ്സിൽ വരണം. നിങ്ങൾ അവളുടെ പുറകെ നടന്ന് എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ ഒരു കൗതുകവുമില്ല. എന്നാൽ നിങ്ങൾ സ്വന്തം കാര്യങ്ങളിൽ മുഴുകി വല്ലപ്പോഴും മാത്രം സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ആ സംഭാഷണത്തിന് അവർ വലിയ വില നൽകും. ലഭ്യത കൂടുമ്പോൾ മൂല്യം കുറയും. ലഭ്യത കുറയുമ്പോൾ മൂല്യം കൂടും. ഇത് സാമ്പത്തിക ശാസ്ത്രം മാത്രമല്ല, പ്രണയശാസ്ത്രവും കൂടിയാണ്. 4. സ്വാശ്രയത്വം. ചാണക്യൻ പറയുന്നു, ഭയം നിങ്ങളെ സമീപിക്കുമ്പോൾ തന്നെ അതിനെ വെട്ടിമാറ്റുക. റിലേഷൻഷിപ്പിൽ പുരുഷന്മാർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഭയം നഷ്ടപ്പെടുമോ എന്നതാണ്. അവൾ എന്നെ വിട്ടുപോകുമോ, അവൾക്ക് വേറെയാളെ ഇഷ്ടമാകുമോ? ഈ പേടി നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിഴലിക്കും. ഈ പേടി കാരണം നിങ്ങളെപ്പോഴും അവരുടെ പുറകെ നടക്കാൻ തുടങ്ങും. എന്നാൽ ഓർക്കുക, ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിവുള്ള പുരുഷനെയാണ് സ്ത്രീകൾക്ക് ബഹുമാനം. നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ ജീവിതം മുന്നോട്ടു പോകും, എന്റെ സന്തോഷം എന്റെ കൈകളിലാണ് എന്ന മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ആകർഷണമാണ്. ഇതിനർത്ഥം സ്നേഹിക്കരുത് എന്നല്ല. സ്നേഹിക്കുക, പക്ഷേ അത്യാവശ്യക്കാരനാകരുത്. നിങ്ങൾ വല്ലാതെ വിധേയനാകുമ്പോൾ നിങ്ങൾ അവരുടെ ശ്രദ്ധയ്ക്കു വേണ്ടി യാചിക്കുകയാണ്. ചാണക്യൻ പഠിപ്പിക്കുന്നത് സ്വാശ്രയത്വമാണ്. സ്വന്തം കാലിൽ നിൽക്കുന്ന, സ്വന്തമായി തീരുമാനങ്ങളെടുക്കുന്ന, ആരെയും പേടിക്കാത്ത പുരുഷൻ. നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി നിങ്ങൾ ഒരു സ്ത്രീയെ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ഒരു ബാധ്യതയായി മാറുന്നു. എന്നാൽ നിങ്ങൾ സ്വയം സന്തോഷവാനാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ കൂടെ കൂടാൻ തോന്നും. 5. അറിവും വിവേകവും. സൗന്ദര്യം കുറച്ചു കാലത്തേക്ക് മാത്രമേ ആകർഷണമായി നിൽക്കൂ. എന്നാൽ ബുദ്ധിയും അറിവും എക്കാലത്തും ആകർഷണീയമാണ്. ചാണക്യൻ വിരൂപനായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിക്ക് മുന്നിൽ രാജാക്കന്മാർ പോലും തലകുനിച്ചു. സ്ത്രീകൾക്ക് എപ്പോഴും ബഹുമാനിക്കാൻ കഴിയുന്ന ഒരാളെയാണ് വേണ്ടത്. നിങ്ങൾക്ക് ലോകകാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടോ? നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് കാര്യങ്ങളെ വ്യക്തമായി കാണാൻ കഴിയുമോ? എങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി ആകർഷണീയനാകും. വെറുതെ ജിമ്മിൽ പോയി മസിലുണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. തലച്ചോറിലെ മസിലും വലുതാക്കണം. വായിക്കുക, പഠിക്കുക, പുതിയ കഴിവുകൾ നേടുക. അറിവുള്ള പുരുഷൻ സംസാരിക്കുമ്പോൾ അതിനൊരു വശ്യതയുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോൾ വിഡ്ഢിത്തം പറയാതെ കാര്യപ്രസക്തമായി സംസാരിക്കുകയാണെങ്കിൽ സ്ത്രീകൾ നിങ്ങളെ ശ്രദ്ധിക്കും. ബുദ്ധിയുള്ള പുരുഷന്മാർക്ക് എപ്പോഴും ഡിമാൻഡ് കൂടുതലാണ്. കാരണം ബുദ്ധി എന്നത് അതിജീവനത്തിന് അത്യാവശ്യമാണ്. ഒരു സ്ത്രീ തന്റെ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവർ നോക്കുന്നത് ഇയാൾക്ക് എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ കഴിവുണ്ടോ എന്നാണ്. അവിടെയാണ് നിങ്ങളുടെ അറിവും കഴിവും തിളങ്ങുന്നത്. 6. ആത്മവിശ്വാസവും ശരീരഭാഷയും. ചാണക്യൻ ഒരു സഭയിൽ പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ശരീരഭാഷ നൽകുന്ന സന്ദേശം കൊണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത്? മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ പുറകെ വരാൻ സ്ത്രീകൾ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങളൊരു നേതാവിനെപ്പോലെ പെരുമാറണം. തോളുകൾ വിരിച്ചു, തല ഉയർത്തിപ്പിടിച്ച് നടക്കുക. സംസാരിക്കുമ്പോൾ വ്യക്തതയോടെ സംസാരിക്കുക. പരുങ്ങരുത്. ആത്മവിശ്വാസം എന്നത് എല്ലാവർക്കും എന്നെ ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നതല്ല. മറിച്ച് ആർക്കും എന്നെ ഇഷ്ടമായില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നതാണ് യഥാർത്ഥ ആത്മവിശ്വാസം. ഈ ഗുണം നിങ്ങൾക്കുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. 7. ബഹുമാനം നൽകുക, എന്നാൽ അതിരുകൾ വയ്ക്കുക. സ്ത്രീകളെ ബഹുമാനിക്കണം എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനർത്ഥം അടിമയാകണം എന്നല്ല. എപ്പോഴും എല്ലാവർക്കും നല്ലവനാകാൻ ശ്രമിക്കാതിരിക്കുക. ആര് എന്തു പറഞ്ഞാലും ശരിയെന്ന് പറയുന്ന, സ്വന്തമായ അഭിപ്രായമില്ലാത്ത, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ നടക്കുന്നവനാകരുത്. സ്ത്രീകൾക്ക് അത്തരം പുരുഷന്മാരെ സുഹൃത്തുക്കളായി മാത്രമേ കാണാൻ കഴിയൂ. നിങ്ങൾക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളിൽ അല്ല എന്ന് പറയാൻ പഠിക്കുക. സ്വന്തമായി നിലപാടുകളുള്ള പുരുഷനെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടം. നിങ്ങൾ എന്തിനും ഏതിനും തലയാട്ടുന്ന ആളാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ബഹുമാനം തോന്നില്ല. ബഹുമാനമില്ലാത്തടത്ത് പ്രണയമുണ്ടാവില്ല. നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ ആത്മാഭിമാനത്തിനും നിങ്ങൾ വില നൽകുക. നിങ്ങൾ നിങ്ങൾക്ക് വില നൽകുന്നില്ലെങ്കിൽ മറ്റാരും നിങ്ങൾക്ക് വില നൽകില്ല. എന്റെ സമയം വിലപ്പെട്ടതാണ്, അത് അർഹിക്കുന്നവർക്ക് മാത്രമേ ഞാൻ നൽകൂ എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. സുഹൃത്തുക്കളെ, ചാണക്യൻ പറഞ്ഞ ഈ വഴികൾ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളെ മാറ്റിയേക്കില്ല. ഇത് ഒരു ശീലമാണ്. ഇനി മുതൽ ആരുടെയെങ്കിലും ഇൻബോക്സിൽ പോയി മറുപടിക്കായി കാത്തുനിൽക്കുന്നതിന് മുൻപ് സ്വയം ചോദിക്കുക, ഞാനൊരു രാജാവിനെപ്പോലെയാണോ പെരുമാറുന്നത്, അതോ ഒരു ഭൃത്യനെപ്പോലെയാണോ?
നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിൽ തന്നെയായിരിക്കട്ടെ. നിങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കുക, ശരീരം സംരക്ഷിക്കുക, അറിവ് നേടുക, വികാരങ്ങളെ നിയന്ത്രിക്കുക. നിങ്ങൾ ഇത്രയും ചെയ്താൽ സ്ത്രീകൾ മാത്രമല്ല, ലോകം മുഴുവൻ നിങ്ങളുടെ പുറകെ വരും. ഓർക്കുക, പൂമ്പാറ്റകളെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ പുറകെ ഓടരുത്. പകരം നിങ്ങൾ മനോഹരമായ ഒരു പൂന്തോട്ടം നിർമ്മിക്കുക. അപ്പോൾ പൂമ്പാറ്റകൾ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഐ വിൽ ബിൽഡ് മൈ എംപയർ എന്ന് താഴെ കമന്റ് ബോക്സിൽ എഴുതുക. അത് നിങ്ങളുടെ ഒരു പ്രതിജ്ഞയായിരിക്കട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ വിട.